പോറ്റി പോറ്റി ആരാ കുടിക്കുന്നത്? പോറ്റി ആരാ കുടിക്കുന്നത്? അവര് കണ്ടെത്തും, അതവർ കണ്ടെത്തും. നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം തട്ടിയെടുക്കാനുള്ള മഹാകവർച്ചയുടെ ചുരുളുകളാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്. ഏതാണ്ട് 2 കിലോയിലധികം സ്വർണം വഞ്ചനാപരമായി കൈക്കലാക്കി ദുരുപയോഗം ചെയ്തു എന്ന കേസിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഒളിവിൽ പോകാനുള്ള സാധ്യത പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് പോറ്റിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് തേടുന്ന നിർണായക വിവരങ്ങൾ പലതാണ്. അതിനായി 14 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ച് കോടതി. കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിവാക്കാനും കാണാതായ സ്വർണവും മറ്റ് മുതൽ മുടക്കുകളും വീണ്ടെടുക്കാനും ഒപ്പം കൃത്യത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ പങ്ക് കണ്ടെത്താനുമായി 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷിച്ചാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരാളെയും വെറുതെ വിടില്ല, സ്വർണം വീണ്ടെടുക്കും എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ തെളിവായി മാറുന്നു പോറ്റിയുടെ അറസ്റ്റ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇനി പോറ്റിയെയും കൊണ്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഒടുവിൽ സന്നിധാനം വരെയും തെളിവെടുപ്പിനായി പോകേണ്ടി വരും. ഈ കേസിൽ പോറ്റിയോടൊപ്പം മറ്റു കുറ്റവാളികളും പ്രത്യേകിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഗൂഢാലോചന എന്തായിരുന്നു? ഇത്രയും വലിയൊരു കവർച്ചയ്ക്ക് പിന്നിൽ പോറ്റിക്ക് കൂട്ടുനിന്നവർക്ക് കിട്ടിയ പങ്കെത്രയാണ്? കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന് പുറമെ സ്വർണം പൂശുന്നതിനായി വിവിധ സ്പോൺസർമാരിൽ നിന്ന് വാങ്ങിയ വലിയ അളവിലുള്ള സ്വർണം മുഴുവനായി ഉപയോഗിക്കാതെ കൈക്കലാക്കിയോ? 42.8 കിലോ ഭാരമുണ്ടായിരുന്ന തകിടുകൾ തിരികെ വന്നപ്പോൾ 38.258 കിലോ ആയതിലെ ദുരൂഹത എന്താണ്? ഇങ്ങനെ ചോദ്യങ്ങൾ നീളുമ്പോൾ ഇനി 5 ആഴ്ച കൊണ്ട് കാര്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൂക്കിയ പോലീസ് കൃത്യമായ പാതയിൽ തന്നെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത് ആ വഴികൾ ഏതൊക്കെ എന്നാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒപ്പം മല അരയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി PK സജീവ് എന്നിവർ. ഇപ്പോൾ ആദ്യം N ശ്രീകുമാറിലേക്കാണ് പോകുന്നത്. N ശ്രീകുമാർ, നോക്കൂ, തന്നെ കുടുക്കിയവരെയൊക്കെ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാണ് പോലീസിൻ്റെ ജീപ്പിലേക്ക് അവസാനം കയറുന്നതെങ്കിലും പോലീസ് ഇപ്പോൾ കൃത്യമായ പാതയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയ കോടതി 14 ദിവസത്തേക്ക് പോലീസിൻ്റെ കയ്യിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുത്തിരിക്കുകയാണ്. കേരളം കാത്തിരുന്ന അറസ്റ്റാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി പോകുമ്പോൾ വിശ്വാസികൾക്ക് ആ അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ആശ്വസിക്കാൻ വകയുണ്ട്. അത് താങ്കൾ എങ്ങനെ കാണുന്നു? നോക്കൂ ഡോക്ടർ ലാലെ, എന്തായാലും ഹൈക്കോടതിയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് കേരളത്തിലെ, അതുപോലെ കേരളത്തിന് പുറത്തും മറ്റേ വിദേശത്തുമൊക്കെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്കൊക്കെ ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണ്ണാഭരണം സ്വർണ്ണപ്പാളികളും സ്വർണ്ണാഭരണവും എന്തൊക്കെയാണെങ്കിലും അതെല്ലാം തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വാസത്തിലിരിക്കുകയാണ്. ഇന്ന് കോടതി നിർദ്ദേശപ്രകാരം ദ്വാരപാലകർക്ക് സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ കോടതിയോടെ എത്രയും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഡോക്ടർ ലാലിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറയുന്നത്, ഇത് കേൾക്കുന്ന CPM അനുഭാവികൾക്ക് കൈയടിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇച്ഛാശക്തിയും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല. 2019 അവിടെ ക്രമക്കേട് നടന്നുവെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇച്ഛാശക്തി കോടതിയുടെയാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല. ഞാനൊരു കാര്യം ശ്രീകുമാർ അതങ്ങ് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് കൃത്യമായി ഇതിൻ്റെ അന്വേഷണ വഴികളിലൂടെയും ശബരിമല ആയതുകൊണ്ട് തന്നെ അവിടെ സ്വർണം നഷ്ടപ്പെട്ടത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തതായതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കുന്ന ഈ കാര്യത്തെ, ഏത് സർക്കാരാണെങ്കിലും ഇന്നങ്ങനെ പ്രവർത്തിക്കും. ആ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനായും വിശകലനം ചെയ്യാനായി ഇരിക്കുമ്പോൾ അങ്ങ് അത് കോടതിയിൽ ആണ് ഇച്ഛാശക്തി, കോടതിയുടേതാണ് എന്ന് പറയുമ്പോൾ നമുക്കാർക്കും അതിനകത്ത് എതിർപ്പില്ലല്ലോ. കോടതി പറഞ്ഞിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് N ശ്രീകുമാർ, ഇത് സന്നിധാനമാണ്, ശബരിമലയാണ്. കോടതി
പരമോന്നത കോടതി പറഞ്ഞ പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ അനുവദിക്കപ്പെടാതിരുന്നൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. കോടതിക്ക് ഇച്ഛാശക്തി ഉണ്ടായിട്ടും അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആളുകളെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അവരൊക്കെ ഇന്ന് വന്ന് കോടതിയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു 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 ചിരി വരുന്നുണ്ട് അകത്ത്. അത് മാത്രമേ ഉള്ളൂ. ശബരിമലയിലത്തെ സ്വർണം കൊള്ള ചെയ്ത സംഭവമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സ്വർണം കടത്തിയ കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1999 മുതൽ 2025 വരെ 6 ഗവൺമെൻറ്റുകൾ കേരളം ഭരിച്ചു. 4 ഗവൺമെൻറ്റുകൾ LDFും 2 ഗവൺമെൻറ്റുകൾ UDFും. LDF ഗവൺമെൻറ്റുകളുടെ കാലത്താണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായത്. അത് കോടതി ഇടപെട്ട് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചു. കോടതി അത് കണ്ടെത്തുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ ഒരു പങ്കുമില്ല. അത് വളരെ വ്യക്തമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് കോടതിയെ പറയുന്നതൊക്കെ കേട്ടവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോടതിയുടെ ഇടപെടൽ മാത്രമാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് 2019 അവിടെ ക്രമക്കേട് നടന്നു എന്നാണ്. അപ്പോൾ 2019 മുതൽ 25 വരെ എന്തുകൊണ്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഇടപെട്ടില്ല, LDF ഗവൺമെൻറ്റുകൾ ഇടപെട്ടില്ല എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് സ്ഥാപിച്ച ദ്വാരപാലകരുടെ തിരുവാഭരണം തന്നെ പറയാം, ആ ഒരു കവചം. ആ കവചം ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തയച്ച കാര്യം സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ അറിയിച്ചപ്പോഴാണ് കോടതിയിൽ ഇടപെട്ടതും പിന്നെ ഈ തുടർന്ന സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ കോടതിയെയാണ് നമ്മളിതിൽ കൈയടിച്ച് അഭിനന്ദിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. എൻ ശ്രീകുമാർ, താങ്കൾക്ക് അക്കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി കേട്ടിട്ട് ഞാൻ ഡോക്ടർ PK ഗോപനിലേക്ക് ഒന്ന് പോകാം. അതായത് ഇത് ശബരിമലയാണല്ലോ, ഇത് സന്നിധാനമാണല്ലോ, ഇവിടെ പരമോന്നത കോടതിയുടെ പോലും വിധി വന്ന കാലഘട്ടത്തിൽ അതേക്കുറിച്ച് താങ്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ താങ്കൾ സ്നേഹിക്കുന്ന പ്രസ്ഥാനം ഉൾപ്പെടെ അന്നെടുത്ത നിലപാടെന്ന് പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണ്. അവർ നാമജപ യാത്രയിൽ പോലും അന്ന് പങ്കെടുത്തത് നമുക്കറിയാം. കൊടി പിടിക്കാതെ ഭക്തർക്കൊപ്പം പോയത് നമുക്കറിയാം. ഇതൊക്കെ അന്ന് കോടതി അവിടെ ഉണ്ടായിട്ടും കോടതി സന്നിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അന്ന് ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനപ്പുറം ഇപ്പോൾ കാര്യങ്ങൾ സർക്കാർ പറയുന്നത് നടക്കുന്നില്ല എന്നും കോടതിയാണെന്നും പറയുന്നതിലെ ഒരു വിരോധാഭാസം ഞാൻ ചൂണ്ടിക്കാട്ടി. അതാണ് താങ്കളോട് അഭിപ്രായം ചോദിച്ചത്. അല്ല, ഒരുപാട് വിഷയങ്ങളിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വിഷയമാണ്. വേറെ ഒരുപാട് വിഷയങ്ങൾ, അതിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. സ്വർണത്തിൻ്റെ വിഷയത്തിലാണ് ഇന്ന് നമ്മുടെ ചർച്ച. അതാണ് ഏറ്റവും വലിയ സംഭവം. സമീപകാല കഴിഞ്ഞ നൂറ്റാണ്ടിലിടയ്ക്ക് കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കവർച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ശബരിമല ക്ഷേത്രത്തിലാണ്. അതിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതൊക്കെ കോടതിയിൽ വരുമ്പോഴേ അറിയുള്ളൂ. ആരൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിയവരെ കുറിച്ച് വരെ നമുക്കറിയാം. കാരണം ദേവസ്വം ബോർഡ് അടക്കം 8ാമത്തെ പ്രതിസ്ഥാനത്ത് ഇവിടെ നിൽപ്പുന്നുണ്ട്. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അടക്കം 8ാമത്തെ പ്രതിസ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് കോടതി തീരുമാനിക്കട്ടെ, അതൊക്കെ നടക്കട്ടെ. പക്ഷെ ഞാൻ ഒരു പേര് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആ FIR ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവസ്വം ബോർഡിനെ മൊത്തത്തിൽ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്, 8ാം പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ പേര് അതിനകത്ത് പറഞ്ഞതുകൊണ്ടാണ്. 2019 ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഉണ്ട്. അല്ല, അത് വ്യക്തിപരമായിട്ടായിരുന്നെങ്കിൽ അവരുടെ പേര് മുഴുവൻ അവിടെ എഴുതാമായിരുന്നു. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദേവസ്വം ബോർഡ് എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. ഞാൻ വരാം, എൻ ശ്രീകുമാർ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ PK ഗോപനിലേക്ക്. ഒരു മിനിറ്റ് ലാലെ, ഈ ബോർഡിന് മുഖമില്ല. മുഖമുള്ളത് ബോർഡ് അംഗങ്ങൾക്കാണ്. അപ്പോ മുഖമില്ലാത്തൊരു ബോർഡിനെയാണ് FIR പറഞ്ഞത്. മുഖമില്ലാത്ത ബോർഡിനെയാണ് പറഞ്ഞത്. അവിടെ താങ്കൾ അതിനകത്തൊരു മുഖം ചാർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഞാനൊന്ന് ഇടപെട്ടത്. അതങ്ങനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ വരാം, നമുക്ക് തർക്കിക്കാൻ നമ്മൾ മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ വരാം. ഡോക്ടർ PK ഗോപൻ നോക്കൂ, ഇന്ന് പോലീസ് നടത്തിയ SIT നടത്തിയ വലിയ ഒരു ആക്ഷൻ, അത് കേരളത്തിലെ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു ആക്ഷനായിരുന്നു.
അതിനെ എൻ ശ്രീകുമാർ ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് കോടതി ഇടപെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് അതിനകത്ത് ഒന്നും ഒരു ഇച്ഛാശക്തി എന്നുള്ള കാര്യം അവകാശപ്പെടാനും കാര്യമില്ല എന്നുകൂടി അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാൻ തോന്നുന്നുണ്ട്. എന്താണ് ഡോക്ടർ പി കെ ഗോപൻ ഇക്കാര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷണം വന്നപ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാട് എന്താണ്? ശ്രീകുമാർ സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ഗവൺമെൻറ് എടുത്ത നിലപാട് കോടതിയും ഗവൺമെൻറ്റും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ കടമെടുത്ത് പറഞ്ഞാൽ കോടതിയും ഗവൺമെൻറ്റും ഒരേ നിലപാടിലാണ്. അങ്ങനെ ഒരേ നിലപാടിൽ നിൽക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളത് കോടതിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും കേരളത്തിലെ പോലീസാണത്. വിജിലൻസ് കേരളത്തിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ്. ഇത് രണ്ടും അവിടെ ഏറ്റവും ഷാർപ്പായി പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം, കേരള സർക്കാരിൽ നിന്നും ഈ ടീമിൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തുന്നില്ല. അതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ കേരളം മുമ്പ് കണ്ടിട്ടുള്ള ഭരണ സംവിധാനത്തിൽ വളരെ നിഷ്പക്ഷമായി അന്വേഷണം നടക്കണം. അതിൽ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവർ പോലും ഇതിൽ കക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന നിലപാടാണ് CPM-ഉം സംസ്ഥാന ഗവൺമെൻറ്റും എടുത്തത്. ഇനി അങ്ങ് പറഞ്ഞ ശ്രീകുമാർ സാറ് പറഞ്ഞ 1999 ശേഷം വന്ന ദേവസ്വം ബോർഡുകൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതിൽ LDF, UDF, LDF 4-ഉം UDF 2-ഉം ആണല്ലോ അങ്ങ് പറഞ്ഞത്. ഈ UDF-ൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും അന്വേഷണവും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ VS അച്യുതാനന്ദൻ്റെ കാലത്ത് നിയമിക്കുന്നത്. ആ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനകത്ത് 3 അംഗങ്ങളാണ്. ജസ്റ്റിസ് പരിപൂർണൻ, കാർത്തികേയൻ, തുളസീധരൻ. ഈ 3 അംഗങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട്, അന്ന് ആ കമ്മീഷൻ വരാൻ കാര്യം അനധികൃത നിയമനമാണ്. ശ്രീകുമാർ സാറിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ, രാമൻ നായർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ 600-ൽ പരം അനധികൃത നിയമനങ്ങൾ അവിടെ നടത്തി. അത് വലിയ ആക്ഷേപം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് പരിപൂർണനെ കമ്മീഷനായിട്ട് VS അച്യുതാനന്ദൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ട് അങ്ങനെ കോടതി അവിടെ കമ്മീഷനെ വെക്കുന്നത്. രണ്ടാമത് അവിടെ നടന്നത് എന്താ? രണ്ടാമത് നടന്നത് അങ്ങയുടെ പാർട്ടിയുടെ, അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന സുഹൃത്തായ ശിവകുമാർ, കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പിരിച്ചുവിടപ്പെട്ടു. 1,87,00,000 രൂപ സ്വർണ്ണമല്ല, വെറും പാത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ ഈ സ്വർണം കിട്ടിയിരുന്നത് എങ്ങനെ ഇരുന്നേനി? വെറും പാത്രങ്ങൾക്കകത്ത് ഇത്രയും പൈസ അടിച്ചുകൊണ്ട് പോയ ആളാണ്. അതുപോലെ അവിടുത്തെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ, അങ്ങയുടെ പാർട്ടിയുടെ INTUC-യുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് ശ്രീ ബൈജു. ഇപ്പോൾ ആലപ്പുഴയിലെ INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് ഈ കേസിൽ എത്രാമത്തെ പ്രതിയാണ്? അതുപോലെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ അഴിമതിക്കാരായി മാറിയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഏത് പാർട്ടിയാണ്? അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്, ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും വിധത്തിൽ ഇനി ഇതിൻ്റെയൊക്കെ ഭാഗമായി ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് അവർ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ, ജാഗ്രത കുറവ് കാട്ടിയോ, അവരേതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേണ്ടി കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തിനാ പ്രശ്നം? ഒരു വിട്ടുവീഴ്ചയില്ല. പാർട്ടി മെമ്പർമാരായിട്ടുള്ളവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പാർട്ടിയിലും കാണില്ല, അവർ ജയിലിലും ആകും. അവരെ മുമ്പിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ആദ്യം മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. കാരണം ഞങ്ങളുടെ ആഗ്രഹം എന്താ? ഞങ്ങൾ ഈ ദേവസ്വം ബോർഡിൽ G. സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോഴും, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും, ഇപ്പോൾ VN വാസവൻ മന്ത്രിയായിരിക്കുമ്പോഴും, കടകംപള്ളി മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1552 ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള 50 ക്ഷേത്രങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ നിലനിർത്താൻ, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, അവിടെ ഡെവലപ്മെൻറ്റ് നടത്താൻ, ആവശ്യമായ വികസനം നടത്താൻ, അത് ശുദ്ധിയോട് കാത്തു സൂക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടക്കാൻ പാടില്ല എന്ന് ശടിച്ചുകൊണ്ടുള്ളൊരു നിലപാട്. ആ നിലപാടാണ് അവിടെ ഇപ്പോൾ ഇഷ്യൂ ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ ട്രാൻസ്പെറൻ്റായ ഒരു നിലപാടെടുക്കാൻ കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കാര്യം. ഇപ്പോൾ ശ്രീ ലാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ
ഈ SITയുടെ അന്വേഷണം ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഈ പോറ്റി എങ്ങനെ വന്നേ? പോറ്റിയെ ശബരിമലയിലെ അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടി ഇറക്കിയ ആളാണ്. അങ്ങനെയാണ് അയാളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത്. അങ്ങനെ അയാൾ ആ പീഠം ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പീഠം രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ശബരിമലയിൽ സ്ഥാപിച്ചിട്ട് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്താൻ അയാൾ നടത്തിയ ഒരു പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിനെ എല്ലാത്തിനും പിണറായി വിജയനിലാണ് എത്തുന്നത്. പിണറായി വിജയനെ കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം കടകംപള്ളി മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. എന്നിട്ട് പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ ലാൻഡ് ചെയ്യിച്ചതാണെന്നുള്ളത് വ്യക്തമായി. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ കൈവിട്ട്. ഇപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവിട്ട് കഴിഞ്ഞു. അടുത്ത ആൾ വരികയാണ്, ഓരോരുത്തർ വരികയാണ്. മുരാരി ബാബു വരികയാണ്, ജയശ്രീ വരികയാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഈ സംഭവത്തിലേക്ക് കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാം നമുക്ക് പിടിക്കപ്പെടും. നമ്മുടെ പ്രതീക്ഷ അതാണ്. ശ്രീകുമാർ സാറും ഞാനും ഡോക്ടർ ലാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങളെ രംഗത്ത് കൊണ്ടുവന്ന് പിടിക്കണമെന്നും ശബരിമല പോലുള്ള ആരാധനാലയങ്ങൾ, എല്ലാ ആരാധനാലയങ്ങളും വളരെ പരിശുദ്ധിയോടുകൂടി പാവപ്പെട്ട വിശ്വാസികൾ അവിടെ സമർപ്പിക്കുന്ന കാണിക്ക പൊലിപ്പിച്ചെടുക്കുകയല്ലാതെ നശിപ്പിച്ചെടുക്കാൻ പാടില്ല നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. റൈറ്റ്, ഞാൻ വരാം ഡോക്ടർ PK ഗോപൻ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്ക് പോയിട്ട് ഞാൻ PK സജീവിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നോക്കൂ, നമുക്കിത് സാധാരണ ഒരു മോഷണത്തിൻ്റെ ഒരു കഥയല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശബരിമലയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ PK ഗോപനും അല്ലെങ്കിൽ ശ്രീ N ശ്രീകുമാറും ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതിനകത്ത് വലിയ താല്പര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കള്ളം കാണിച്ച ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പാടില്ല, അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. അത് സർക്കാരും അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെ തിടുക്കത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. കോടതി അതിന് ഒരുപക്ഷെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ശബരിമലയാണ്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സന്നിധാനമാണ്. അവിടെ കോടതി വിധികളൊക്കെ ഏത് തരത്തിൽ പരമമായ രീതിയിലുള്ള കോടതികളൊക്കെ ഏത് രീതിയിലാണ് വിധികൾ ഉണ്ടാക്കിയതെന്നും അതിനുശേഷം അതെങ്ങനെയാണ് അവിടെ രാഷ്ട്രീയമായി ആളുകൾ അതിനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയതെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോകുന്നത്, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മോഷണം അവിടെ നടക്കുമ്പോൾ അതിലെ ഒന്നാം പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയി അടുത്ത 5 ആഴ്ചക്കകം വലിയ രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കാര്യത്തിലൊരു സ്പീഡ് കൂട്ടാൻ വേണ്ട ഒരു നിലപാട് എടുക്കുന്നത് പ്രതിപക്ഷത്തുള്ള ആളുകൾ, ഇത് രാഷ്ട്രീയമായി കൂടി കാര്യങ്ങൾ കാണേണ്ടതുണ്ടല്ലോ, പ്രതിപക്ഷത്തുള്ളവർ അങ്ങനെ കാണുന്നില്ല എന്നും അവർ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഏറ്റവും ആദ്യം അടുത്ത പടിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പത്മകുമാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള പേരുകളിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് അതുമായി ബന്ധപ്പെട്ട് അടുത്ത് വരാൻ സാധ്യതയുള്ള അടുത്ത കണ്ണി ഏതാണെന്ന് നോക്കിപ്പോകുമ്പോൾ എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് നിയമപരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഇത് ഏത് വിധത്തിലാണ് ഈ കാര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി? ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ലാല് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബഹുമാന്യരായ പാനലിസ്റ്റുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കേവലം ഭക്തിയുടെ പ്രദേശം മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു വികാരമാണ്, ഒരു വിശ്വാസികളുടെ വലിയൊരു വികാരമാണ് ശബരിമല. അപ്പോൾ ഈ വിശ്വാസികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 തരമുണ്ട്. കാരണം വിശ്വാസികളെയും വർഗീയവാദികളെയും രണ്ടായി കാണണമെന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുറുകെ പിടിക്കുന്ന വിശ്വാസം, അവർ പ്രാർത്ഥിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മയുണ്ടാകണം, അല്ലെങ്കിൽ അതാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. പക്ഷേ വർഗീയവാദികൾ അതല്ല, അവർക്ക് വിശ്വാസമില്ല. അവർ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മുതലാക്കാൻ വേണ്ടി അതിന് തങ്ങൾക്ക് അനുകൂലമായി ഭരണ സംവിധാനം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് നിയമപരമായിട്ട് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശബരിമല പോലെയുള്ള ആളുകൾ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്ന് ഉണ്ടായ ഇതിൽ
വലിയ തോതിലുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ മിസ്അപ്രോപ്രിയേഷൻ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ആ ഒരു കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെടുത്ത നിലപാട്, അതാണ് ഏറ്റവും പ്രധാനം. ആ നിലപാട് വളരെ സുവക്തമാണ്. ആ നിലപാട് അചഞ്ചലവും സമഗ്രവുമാണ്. അത് ഞാൻ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, ആ ഒരു സംശയവും വേണ്ട, കേരള ഹൈക്കോടതിയിൽ ഏറെക്കാലമായി ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബെഞ്ചുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ ബെഞ്ച് ഇപ്പോഴോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഏറെ വർഷങ്ങളായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ കാലം മുതൽ കേരള ഹൈക്കോടതിയിൽ ബെഞ്ചുണ്ട്. അത് 2 ജഡ്ജിമാരടങ്ങിയ ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള ജഡ്ജിമാരാണ് ദേവസ്വം ബെഞ്ച് എന്ന ബെഞ്ചിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ബെഞ്ചിൽ ഒട്ടേറെ കാര്യങ്ങൾ ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ആ ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും. ദേവസ്വം സംബന്ധമായ എല്ലാ തർക്കങ്ങളും ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും. കൂടാതെ കേരള ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുള്ള ജില്ലാ ജഡ്ജി പദവിയിലിരിക്കുന്ന ഒരു ജഡ്ജി ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണറുമാണ്. ആദ്യമായി ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കപ്പെട്ടയാൾ പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി മാറിയ ജസ്റ്റിസ് കൃഷ്ണൻ നായരായിരുന്നു, എൻ കൃഷ്ണൻ നായർ. അദ്ദേഹം ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ ആയിരുന്നു ആദ്യമായി കേരള ഹൈക്കോടതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചത്. അതിനുശേഷം പിന്നീട് പല ആളുകളും ഉണ്ടായി. പക്ഷേ ശബരിമലയിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുടെ സ്പെഷ്യൽ ബെഞ്ച്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ കേസ് അഡ്വാൻസ് ചെയ്തുകൊണ്ട്, കേസ് അഡ്വാൻസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനും ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനും കേരള ഹൈക്കോടതി നടത്തുന്ന ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറായി എന്ന് ഹൈക്കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. ആ ഏത് അന്വേഷണവുമായി സഹകരിക്കുക എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിക്കുന്ന ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആ പാനൽ ഉൾപ്പെടുത്താമെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ കേരള ഹൈക്കോടതി മുമ്പാകെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും കേരള ഗവൺമെൻറ്റും സംസ്ഥാന ആഭ്യന്തര വകുപ്പും എടുത്ത നിലപാട് ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല. ഇത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സത്യങ്ങളും പുറത്തു വരണം, എല്ലാ സത്യങ്ങളും. അതുകൊണ്ട് തന്നെ സമഗ്രമായ കുറ്റമറ്റതായ ഒരു അന്വേഷണം ഇതിലുണ്ടാകണം. ആ അന്വേഷണത്തിൻ്റെ പരിണിത ഫലമായി ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കാരണം ഇതൊരു സാധാരണ ഒരു അലിഗേഷൻ അല്ല. ഈ അലിഗേഷൻ്റെ ഇതിലൊരു മൂടുപടം ഉണ്ടാകാം, ചിലപ്പോൾ എക്സാജറേഷൻ ഉണ്ടാകാം എന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ആദ്യ പടിയിൽ, ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് ഇപ്പോൾ. FIR എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്തിമമായിട്ടുള്ള ഒരു അന്വേഷണമൊന്നുമല്ല. FIR ഇട്ടിട്ടുണ്ട്. അന്വേഷണം അതിൻ്റെ ശൈശവദശയിലാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ സംശയ നിവാരണത്തിന് ആരൊക്കെയാണ് ഇതിലുള്ളത്, ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഇതിൻ്റെ എത്രത്തോളം ആഴമുണ്ട്, എവിടെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് 14 ദിവസം മാക്സിമം പീരീഡാണ്. ഒരു മർഡർ കേസിൽ പോലും സാധാരണഗതിയിൽ 14 ദിവസം പോലീസ് കസ്റ്റഡി കൊടുക്കാറില്ല. ഇത് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസമാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവാദിത്തം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുണ്ട്. അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏത് അന്വേഷണവും നടക്കട്ടെ, ഏത് രീതിയിലുള്ള അന്വേഷണവും നടക്കട്ടെ, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരുമാകട്ടെ, കുറ്റവാളികൾ പുറത്തു കൊണ്ടുവരണം, സത്യം പുറത്തു വരണം എന്നുള്ള നിലപാടെടുത്തു. ആ നിലപാട് ബഹുമാനപ്പെട്ട ഇൻ ട്യൂൺ വിത്ത് ദി ഓർഡർ ഓഫ് ദി കേരള ഹൈക്കോടതി. ഇൻ ട്യൂൺ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന് അനുസരണമായി പ്രവർത്തിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് നിയമപരമായി ഇതിനെ കാണുമ്പോഴുള്ള ഏറ്റവും സമൂർത്തമായ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ PK സജീവ്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങളൊക്കെ അതീവ ശ്രദ്ധാലുക്കളാണ്. നിങ്ങൾക്കൊക്കെ അതിനകത്ത് ഉള്ള പങ്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വഹിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ കോടതിയിലെടുക്കുന്ന നിലപാട്, ഇതുപോലെ ഒരു മോഷണത്തെ കണ്ടെത്താൻ, ആ കൊള്ളയെ നടത്തിയ ആളുകളെ പിടിക്കാൻ സർക്കാർ എടുക്കുന്ന തീരുമാനം, നിലപാട്, അത് കോടതി ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പറയുമ്പോഴും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സർക്കാർ, അതിനൊടുവിൽ ഒന്നാം പ്രതിയെ പിടിച്ചത് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെയാണ് ഞാൻ ഇച്ഛാശക്തി, സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞത്.
അതാണ് ഒരുപക്ഷെ ശ്രീ എൻ ശ്രീകുമാറിനെ പോലുള്ളവർക്ക് പെട്ടെന്ന് അതിനകത്തൊന്ന് ഖണ്ഡിക്കണം എന്നൊക്കെ തോന്നിയത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ശബരിമലയെ നിരീക്ഷിക്കുന്ന, കൃത്യമായി അതുമായി അടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ആ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ലാൽ, ഇത് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. ശബരിമലയുടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ലാലും അതുപോലെ തന്നെ കൈരളി ചാനലുമായിട്ട് 1 പതിറ്റാണ്ട് കാലത്തെ ചർച്ചാ അനുഭവങ്ങളാണ് എനിക്ക് പങ്കിടാനുള്ളത്. ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലതിന് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നിയമസഭയിൽ ലോകരോട് മുഴുവൻ പറഞ്ഞു, ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് മണിക്കൂറുകളായില്ല, അതിനോടകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞാൽ തുലാമാസ പൂജകൾക്കായി ശബരിമല സന്നിധാനം തുറന്നിരിക്കുകയാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ അയ്യപ്പ ദർശനം എത്തിയിരിക്കുന്നതാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേ സമയം തന്നെ ഒരു നിമിത്തം എന്നതുപോലെ തന്നെ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയേല് ജയിലഴയ്ക്കുള്ളിലാക്കുവാൻ കഴിഞ്ഞ ഒരു ഭരണകൂടത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നത്. പലരും ഇവിടെ സംസാരിക്കുന്നത് സർക്കാർ എന്തോ ചാക്കും കൊണ്ടുപോയിരുന്ന് ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി എന്നുള്ള നിലയിൽ ചില ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. അതല്ലല്ലോ ഇവിടെ സംഭവിച്ച കാര്യം. ഇവിടെ സംഭവിച്ചത് ദൈവപൂജയ്ക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി തന്നെ ഭഗവാന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവപൂജയ്ക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നു എന്നുള്ളതല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കനകം കൊണ്ട് തന്നെ അത് കത്തിക്കും എന്നുള്ള നിലപാടും, ആരെല്ലാമാണോ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അവരെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതില് പ്രത്യേകമായ അഭിനന്ദനം തന്നെ നമുക്ക് പറയാനായിട്ടുണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അത് മാത്രമല്ല ഈ പതിറ്റാണ്ടുകളായി നടന്ന കൊള്ളയ്ക്ക് ഇതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പതിറ്റാണ്ടുകളായിട്ട് അറിയാവുന്നതാണ്, അകലിയിരുന്ന് സംസാരിക്കുന്നതല്ല. ശബരിമലയിലെ വൻ സ്വാധീന ശക്തികൾ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണം. കാരണം ഈ സ്വാധീന ശക്തികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ചെയ്തികൾ സർക്കാരിന്റെ തലയിലേക്ക് വന്ന് വീഴുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. ഉദാഹരണമായിട്ട് മലയരയ സമുദായത്തിന് ശബരിമലയിലെ വലിയ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ സമുദായമാണ് അവിടെ നിശ്ചയിച്ചത്. അവിടെ നിന്നെല്ലാം ഈ സമൂഹത്തെ പുറത്താക്കിയതിൽ അത്തരത്തിലുള്ള സ്വാധീന ശക്തികൾക്ക് വലിയ പങ്കുണ്ട്. അത് 2018 ഞാൻ കൈരളി ചാനലിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഡോക്ടർ ലാലിന് അറിയാം. ഉദാഹരണമായിട്ട് പല സമുദായ സംഘടനകൾക്കും ഈ സന്നിധാനത്ത് സ്ക്വയർ ഫീറ്റ് കണക്ക് കെട്ടിട സമുച്ചയങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ ക്ഷേത്രം നിർമ്മിച്ച സമൂഹത്തിന്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടായില്ല? അമ്പലം നിർമ്മിച്ചവരും അവിടെ ആചാരങ്ങൾ നിശ്ചയിച്ചവരും ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം,
എന്തിനാണ് സർക്കാരിന്റെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ. കാരണം നമ്മൾ 2024-25 ബജറ്റ് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, സമഗ്ര പുരോഗതിക്ക് വേണ്ടി 2 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളതാണ് ബജറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാൻ ദേവപൂജയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെ നടത്തിയ കളവ് എന്തിനാണ് ഒരു സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 3.5 കോടി ജനങ്ങളുടെയും സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള, അതുപോലെ പല ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള അഴിമതികൾ അവരുടെ ആ ചുമതലയിലുള്ള ആളുകൾ തന്നെ നിർവഹിക്കുന്നത്, അത് സർക്കാരിനെതിരെ കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മണ്ഡലകാലം അടുത്ത് നിൽക്കുകയാണ്. ഇന്ന് തുലാമാസം, നാളെ തുലാമാസം 1-ാം തീയതിയാണ്. അപ്പൊ ഇനി 30 ദിവസത്തിനകം മണ്ഡലകാലം വരാൻ പോവുകയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നല്ല ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. സർവീസിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ശശിധരൻ സാറിനെ പോലെയുള്ള ആളുകളാണ് ഈ അന്വേഷണം നടത്തുന്നത്. യാതൊരുവിധ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഉജ്ജ്വലരായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരും. അപ്പോൾ ഇതിനൊരു സ്ഥായിയായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഉരുത്തിരിയേണ്ടത്. ആ സ്ഥായിയായ പരിഹാരം എന്ന് പറയുന്നത് നല്ല അയ്യപ്പനിൽ വിശ്വാസമുള്ള സത്യസന്ധരായിട്ടുള്ള സീനിയർ IAS ഓഫീസർമാരെ അവിടെ ഒരു സമിതി രൂപീകരിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു മെക്കാനിസം അവിടെ കൊണ്ടുവന്ന് അതിന്റെ ചുമതലയിലേക്ക് സീനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസറെ വെക്കണം. അതുപോലെ തന്നെ ഒരു IPS ഓഫീസറെ വെക്കണം. ശബരിമലയുമായി പൗരാണികമായ അധികാര അവകാശങ്ങളുള്ള മലയരക സമുദായത്തിന് അവിടെ പ്രാതിനിധ്യം ഉണ്ടാവണം. പന്തളം കൊട്ടാരത്തിന് അവിടെ അവകാശാധികാരങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ അടിയന്തരമായി നീങ്ങണം. ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന അഴിമതികൾ അത് സർക്കാരിലേക്ക് വരാതെ സർക്കാർ ഇത്തരത്തിലുള്ള വലിയ ജാഗ്രത ഈ സംഭവത്തിന് ശേഷം തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇത്തരത്തിലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വന്ന ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു കൊള്ള, അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ പോകുന്നത് എന്നുള്ളത് കൃത്യമായി വിശകലനം ചെയ്ത് PK സജീവ് പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ വരാം സജീവിലേക്ക്. N. ശ്രീകുമാർ, നോക്കൂ, ഈ ചർച്ചയിൽ പൊതുവേ ഉണ്ടായ പല കാര്യങ്ങൾക്കും താങ്കൾക്ക് പ്രതികരിക്കാനുണ്ടാകും. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ്? അവിടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റാരൊക്കെയോ ആണ് എന്നുള്ള അർത്ഥത്തിൽ. നമുക്കറിയാം പല കാര്യങ്ങളും വരുമ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ശബരിമലയെ പോലൊരു വലിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ ആകുമ്പോൾ അവിടെ ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനമുണ്ടെങ്കിലും സർക്കാരിനൊരു ദേവസ്വം വകുപ്പുണ്ടെങ്കിലും ഒക്കെ അതിനുമപ്പുറം ഇത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് മറ്റ് ആളുകൾക്ക് കൂടി സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒരുപക്ഷെ അതിനെ ദുരുപയോഗം ചെയ്ത് പലരും കൊള്ള നടത്തിയതിൻ്റെ മുൻകാല അനുഭവങ്ങൾ നേരത്തെ ഡോക്ടർ PK ഗോപൻ ഉൾപ്പെടെ പറഞ്ഞു. അതിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങേക്ക് പോലും അങ്ങേ നിശബ്ദനാക്കാനാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും അങ്ങേക്ക് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾ അങ്ങയുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ അതിൽ പങ്കാളികളായിട്ടുണ്ടാകാം. അതുപോലും സംഭവിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയുടെ പോലും പേരുകൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് പോലും ഇവിടെ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അതെല്ലാം ദേവസ്വം ബോർഡാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ കാലങ്ങളിലൊക്കെയുള്ള ദേവസ്വം ബോർഡുകൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാലങ്ങളിലൊക്കെയുള്ള ദേവസ്വം വകുപ്പിനത് സാധിച്ചിട്ടുണ്ടോ? അവിടെ അതിനും അപ്പുറമുള്ള സ്വാധീനമുള്ള ചില ഇടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ശബരിമലയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. താങ്കൾ അതിനോട് പ്രതികരിക്കണ്ടേ? നോക്കൂ ഡോക്ടർ ലാല്, ശബരിമലയിൽ ഉണ്ടായ കാലം തൊട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യാനല്ലല്ലോ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗോപൻ
ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗോപൻ പറഞ്ഞത് ശബരിമലയിലത്തെ UDF ഭരണകാലത്തെ പാത്രം വാങ്ങിയ കഥയുമൊക്കെ പറഞ്ഞു, ശരിയാണ്. നിയമനത്തെപ്പറ്റി പറഞ്ഞു, ശരിയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഞാൻ ശബരിമലയിലെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഏലം അഴിമതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. അരവണ പായസം നശിപ്പിക്കാൻ വേണ്ടി ടെൻഡർ കുറിച്ചതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സ്വർണ്ണത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്വർണം കൊണ്ടുപോയതിൽ അത് ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2019 ഈ സംഭവം മറ്റേ അന്ന് ക്രമക്കേട് നടന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ ദേവസ്വം മന്ത്രിമാരോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റുമാരോ ഒക്കെ ഈ കാര്യത്തിലൊക്കെ വരുന്നതിൽ ചില പരിമിതി ഉണ്ടെന്നുള്ള അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും കാര്യമൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വിവാദ പുരുഷനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും ഈ 2025 ഈ സ്വർണ്ണപ്പാളി അഴിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിൽ കൊടുത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം അവിടെയുണ്ട്. അത് മാത്രമല്ല അക്കാര്യങ്ങളാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അക്കാര്യങ്ങളാണല്ലോ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൽ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഈ പറയുന്ന ശബരിമല പോലെയുള്ള ഇടങ്ങളിലുള്ള ചില സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകൾ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം കണ്ടുപിടിക്കണമല്ലോ. കൃത്യമായി നടക്കട്ടെ എന്ന് പറയാം, ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുന്നവരെ ഒക്കെ പറയാം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് കോടതിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മലയേരിയ മഹാസഭയുടെ അഡ്വക്കേറ്റ് സജീവ് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കൊരു സംശയമാണ് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു സംശയമാണ്. അയ്യപ്പ സംഗമത്തിൽ ഈ സഭ പങ്കെടുത്തിരുന്നില്ല എന്നൊരു വാർത്ത ഞാൻ കേട്ടിരുന്നത് ശരിയാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സഭയിൽ അത് പങ്കെടുത്തിരുന്നില്ല എന്ന് ഞാൻ കേട്ടത്. ആദ്യം പങ്കെടുക്കുന്നത് പറഞ്ഞിരുന്നു, പിന്നെ പങ്കെടുക്കുന്നില്ല എന്ന് വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ പങ്കെടുത്തോ പിന്നെയെന്ന് ഞാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എനിക്ക് സംശയമാണെന്ന്. എന്തായാലും അന്നവർ പറഞ്ഞത് അവരുടെ അവകാശങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല, അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് രാഷ്ട്രീയമാണല്ലോ എൻ ശ്രീകുമാർ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചില മോഷണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് പോകേണ്ടതില്ലല്ലോ. അവർ അയ്യപ്പ സംഗമത്തിൽ പോകാത്തതിന് അവരുടേതായ കാരണം ഉണ്ടാകാം, അത് ഞാൻ ചോദിക്കാം, അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ പറയട്ടെ. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇവിടെ ഈ നടക്കുന്ന പല കാര്യങ്ങളിലും സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ, ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ, അതല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതല്ലാതെ അവിടെ ഇടപെടൽ നടത്തുന്നവരെ നിങ്ങൾ എന്തിനു മറയ്ക്കണം? അവരെന്തിന് വെറുതെ വിടപ്പെടണം? അവരെ പിടികൂടണ്ടേ? അതില്ലാതാക്കണ്ടേ? പുതിയ ചില സംവിധാനങ്ങൾ അവിടെ വരണ്ടേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾക്ക് അതിനോട് മറുപടി ഇല്ലാത്തത് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇത്ര അധികം ഈ സർക്കാരിനെ മാത്രം, ഈ മോഷണത്തെ മാത്രം അന്വേഷിച്ചാൽ മതി, അതെടുത്ത് ഈ സർക്കാരിൻ്റെ തലയിലേക്ക് മാത്രം ഇട്ടാൽ മതി എന്ന് എൻ ശ്രീകുമാറിന് എന്താണ് ഇത്ര താല്പര്യം? നോക്കൂ ഡോക്ടർ ലാലേ, എനിക്കല്ല താല്പര്യം. ഡോക്ടർ ഗോപൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പോറ്റിയിൽ ഒരുങ്ങി നിൽക്കുന്നതല്ല ഈ കാര്യങ്ങളെന്ന്. എനിക്കിതിൽ എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടെ രാഷ്ട്രീയത്തിന് ഇതിനപ്പുറത്തേക്ക് ഡോക്ടർ ലാലൊരു വിഷയം കൊണ്ടുവന്നതുകൊണ്ട് ഈ ചർച്ചക്കിടയിൽ പറഞ്ഞു കേട്ട ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് സ്വർണത്തിൽ തന്നെ പിടിച്ചു നിൽക്കുക, ഒരു കുഴപ്പമില്ല. ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഞാൻ അങ്ങനെയല്ല, ഞാൻ സ്വർണത്തിൽ മാത്രം പിടിച്ചു നിൽക്കാനല്ല പറയുന്നത്. ഇടയ്ക്ക് സ്റ്റീൽ ഗ്ലാസിന്റെയും പാത്രങ്ങളുടെയും ഒക്കെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം, അത് കുഴപ്പമില്ല. ഒരു മോഷണവും പാടില്ല. പോകാമെന്നേ. നോക്കൂ ഡോക്ടർ ലാലെ, അതൊരു കച്ചവട സംബന്ധമായ കാര്യം, ഇത് സ്വർണ്ണം അടിച്ചെടുത്തുകൊണ്ട് പോയ കാര്യം, രണ്ടും രണ്ടാണ്. സർക്കാരിന്റെ തലയിലിടാൻ എന്താണ് താങ്കൾക്ക് താല്പര്യം? അത് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ എന്നുള്ളതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അവിടെ. ഒന്നാമത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 മുതൽ 2008 വരെയാണ് അവിടെ കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആരുമായിട്ടായിരിക്കും അത് താല്പര്യം കൂടുതൽ ഉണ്ടാകുക? ആരായിരിക്കും അദ്ദേഹത്തെ ശാന്തിപ്പണിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടാകുക? അന്വേഷിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്പോൺസറായി വരുന്നു. ഈ സ്പോൺസർമാർക്ക് അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനും അപ്പുറം രാഷ്ട്രീയത്തിനും അപ്പുറമുള്ള ചില ആളുകൾക്ക് അവിടെ സ്വാധീനമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതറിയാത്ത കുഞ്ഞിനെ പോലെ
ഇത് സർക്കാരിൻ്റെ തലയിലേക്ക്, ഈ സർക്കാരിൻ്റെ തലയിലേക്ക്, പിണറായി വിജയൻ്റെ തലയിലേക്ക് എന്ന് മാത്രം താങ്കൾ പറയുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത് സർ. യാഥാർത്ഥ്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ, വളച്ചൊടിക്കാൻ പറ്റില്ല. ഇവിടെ 2007 ഈ വിവാദ പുരുഷൻ അവിടെ വന്നതെന്ന് പറഞ്ഞത്, നിങ്ങളെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞത് പത്മകുമാർ എന്ന CPM നേതാവാണ്. സ്വർണം കടത്തിയതിൽ നമ്പർ 1 ആണോ എന്ന് ചോദിച്ചത് CPM നേതാവ് G. സുധാകരനാണ്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അവിടെ ഡോക്ടർ ഗോപൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് അതൊക്കെ രാഷ്ട്രീയമല്ലേ താങ്കൾ ഈ പറഞ്ഞ G. സുധാകരൻ അങ്ങനെ ഉണ്ടായിരിക്കാം. എൻ്റെ ലാലെ, ഒന്നിൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ മിണ്ടാതിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പറയാം ശ്രീകുമാറിന് സംസാരിക്കേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാം. അല്ല, ഞാൻ പറയുന്നവരെ മിണ്ടാതിരിക്കണം. അല്ല, ഞാൻ ഇപ്പൊ ഈ മൈക്ക് അടിച്ചു വെച്ചാൽ എന്റെ പാട്ടിന് ഉള്ള കാര്യം ഇടപെട്ടോളൂ. ഓരോന്ന് പറയുമ്പോൾ ഇടപെട്ടാലോ? ഓരോന്ന് പറയുമ്പോൾ ഇടപെട്ടാലോ? ഞാൻ പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട്. ഈ ശബരിമലത്തെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കാലത്ത് ഭരിച്ചത് മുഴുവൻ CPM ആണ്. 2007 CPM ആണ്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ മുഴുവൻ CPM ആണ്. ഇപ്പോഴും CPM ആണ് ഭരിക്കുന്നത്. ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ചും മുൻ ദേവസ്വം മന്ത്രിമാരെ കുറിച്ചും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങയോട് തന്നെ, അതിന് താങ്കൾ അതിന് ഉത്തരം പറയണം. ഇഷ്ടപ്പെടില്ല, നിങ്ങൾ ഇടപെട്ടോ, ഇഷ്ടം പോലെ ഇടപെട്ടു. അല്ലല്ല, CPIM ആണ് അന്ന് ഭരിക്കുന്നതെങ്കിൽ CPIM-ന് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന സ്ഥലമാണോ ശബരിമല? അവിടുത്തെ ആ വർഷങ്ങളിൽ CPM-ന്റെ മന്ത്രിമാരാണ് ഭരിച്ചതെങ്കിൽ ശബരിമലയിൽ ഇടപെടാൻ CPM-ന് സാധിക്കുമോ? നോക്കൂ ഡോക്ടർ ലാലെ, തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറയുന്ന സ്വയംഭരണ സ്ഥാപനമാണ്. അവിടെ ബോർഡിനെ നിയമിച്ചാൽ മന്ത്രിമാർ കൈകടത്താൻ പാടില്ല. ഇതൊക്കെ ശരി, നമുക്ക് പറയാം. പക്ഷേ ഡോക്ടർ ഗോപന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാൻ പറയുന്നത് മാത്രമല്ല, ഡോക്ടർ പ്രിയദർശൻ തമ്പിക്ക് അറിയാമല്ലോ, അഡ്വക്കേറ്റ് സജീവൻ അറിയാമല്ലോ. ശബരിമലയിൽ തീർത്ഥാടന സമയത്ത് ദേവസ്വം മന്ത്രിമാർ, അത് എല്ലാ മന്ത്രിമാരും, UDF LDF എല്ലാ മന്ത്രിമാരും അവിടെ പോയിട്ട് ആ തീർത്ഥാടന കാലത്തെ സംവിധാനത്തെക്കുറിച്ചും നടവരവിനെക്കുറിച്ചും എല്ലാം ഭംഗിയായിട്ട് പ്രസംഗിക്കുന്ന അവരാണ്. ഇവിടെ CPM മന്ത്രിമാരോട് പോയിട്ടുണ്ട്, UDF മന്ത്രിമാർ ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർണ്ണം കടത്തിന്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ശബരിമലയെ അറിയില്ല എന്ന രീതിയിൽ ദേവസ്വം മന്ത്രിമാർ പറയുന്നത് ലാലിന് പറയാൻ പറ്റും, ബാക്കി കേൾക്കുന്ന ആർക്കും. ശരി ഡോക്ടർ PK ഗോപൻ, ഞാനിത് അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്കറിയാവുന്ന കാര്യം, എൻ്റെ മനസ്സിലാക്കലിൽ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്, ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട്, ദേവസ്വം വകുപ്പുണ്ട്, ദേവസ്വം ബോർഡുണ്ടെങ്കിലും ശബരിമലയുടെ കാര്യം പ്രത്യേകിച്ചെടുത്താൽ അവിടെ കാര്യങ്ങൾ ഇടപെടുന്നതിൽ എത്രയൊക്കെ ഓരോ മണ്ഡലകാലത്തും ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഉള്ളതിൽ പൊതുവായ നിരീക്ഷണങ്ങൾ ഇവരൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിൽ അവകാശവാദങ്ങൾ അവർക്ക് നടത്താൻ യോഗ്യതയുണ്ടെങ്കിലും പല കാര്യങ്ങളിലേക്കും ഡീപ്പായി അവിടെ ഇടപെട്ട് പോകുന്നതിൽ അവർക്ക് പരിമിതികളുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ശബരിമല കാലത്തെ പ്രശ്നത്തിൻ്റെ കാലത്ത് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ അന്ന് ദേവസ്വം ബോർഡിന് എത്രമാത്രം എളുപ്പമായിരുന്നു ആ വിധി നടപ്പിലാക്കാൻ. അത് സാധിക്കാതെ പോയതിൻ്റെ കാര്യങ്ങൾ, സർക്കാരിന് ഉള്ള പരിമിതികൾ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് അവിടെ പരിമിതികളുണ്ട്. അത് നിങ്ങളുടെ സർക്കാരാണെങ്കിലും കോൺഗ്രസ് സർക്കാരാണെങ്കിലും ഒക്കെ. പക്ഷേ സർക്കാരിൽപ്പെട്ട ഏതെങ്കിലും മന്ത്രിമാരുടെ സഹോദരന്മാരോ മറ്റുള്ളവരോ അവിടെ ബന്ധുക്കളായിട്ടുണ്ടെങ്കിൽ അവർക്കിടപെടാൻ പറ്റുമായിരിക്കും. പക്ഷെ മന്ത്രിമാർക്ക് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ശ്രീ ഡോക്ടർ PK ഗോപൻ. അല്ല, അതിൽ ശ്രീകുമാർ സാറ് മുന്നോട്ട് വച്ചൊരു പ്രശ്നം, നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഗവൺമെൻറ് അത് ഏറ്റെടുക്കുന്നുണ്ടല്ലോ, കോട്ടം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം ഉയർത്തിയത്. കേൾക്കുമ്പോൾ നമുക്ക് നിഷ്കളങ്കമെന്ന് കരുതാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു 50, 55, 60 ലക്ഷം ആളുകൾ ഒരു മണ്ഡലകാലത്ത് വരുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യണം. അവിടെ ദേവസ്വം വകുപ്പ് മാത്രമല്ല, പോലീസുണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, മറ്റൊരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് കാണിക്കുന്നൊരു വൈഭവം, അത് കഴിഞ്ഞ മണ്ഡലകാലത്ത് കേരളം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ പോലും ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചൊരു കാര്യമാണത്. 55 ലക്ഷം ആളുകളുടെ ക്രൗഡ് മാനേജ്മെൻറ്റ് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റി. അത് ഗവൺമെൻറ്റിനെ ഇടപെടാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് ഒരു 3 അംഗങ്ങളുള്ള ഒരു ബോർഡിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. ആ ബോർഡാണ് ആചാരകാര്യങ്ങളും അമ്പലത്തിലെ ദൈനംദിന കാര്യങ്ങളും കൈകാര്യം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗവൺമെൻറ്റിന് റോൾ വരത്തില്ല.
അവിടുത്തെ സ്വർണം കൊണ്ടുപോകുന്നത് സംസ്ഥാന ഗവൺമെൻറ് വിഷയമല്ല. എങ്ങനെ അത് പിന്നെ പാളികൾ ഉണ്ടാക്കി വെക്കണോ, അതല്ല പ്ലേറ്റിങ് മതിയോ, അതല്ല ദ്വാരപാലക ശില്പം വേണോ, അതല്ല മേൽക്കൂര കൊണ്ടുപോകണോ, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല, മന്ത്രിക്ക് റോളില്ല കാര്യത്തിൽ. അത് ചെയ്യുന്നത് തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി ചെയ്യുന്നൊരു കാര്യം. അതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആൾ തന്ത്രിയാണ്. അത് കഴിഞ്ഞാൽ ദേവസ്വം കമ്മീഷണറായാലും ദേവസ്വം സെക്രട്ടറി ആയാലും മറ്റ് ഓഫീസേഴ്സായാലും എൻജിനീയേഴ്സായാലും ഇവരൊക്കെ എല്ലാം അതിനകത്ത് പലതരത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. കാരണം സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒന്നല്ല ദേവസ്വം ബോർഡ്. അത് സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് അതിൻ്റെ നിരീക്ഷണമുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നാൽ ശ്രീകുമാർ സാർ പറഞ്ഞു വന്നത് എത്തുന്ന എവിടേക്കാണെന്നറിയോ? ഹൈക്കോടതിയുടെ ബെഞ്ചിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ. കാരണം അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അവരേതെങ്കിലും തരത്തിൽ അവിടെ ഒരു സാമ്പത്തിക ക്രമക്കേടിന് ഹൈക്കോടതി ബെഞ്ച് കൂട്ടു നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള വിവിധ ഘടകങ്ങളിലൂടെയാണ് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തിക്കുന്ന അത്തരം ഘടന ഉണ്ടാക്കി വെച്ചെടുത്ത് ഗവൺമെൻറ് ഇതിനകത്ത് ഉത്തരവാദിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണല്ലോ. ഒരു തരത്തിലും ആ ടീമിന് ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് സാധാരണ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു ശബരിമലയെ ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു കമൻസ് പറഞ്ഞാൽ അത് നിർദ്ദേശം കൊടുക്കലായിട്ടോ ഗവൺമെൻറ് അന്വേഷണത്തിൽ കയറി ഇടപെടുന്നതായിട്ടോ, മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഏറ്റവും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം, ഏത് ടീമിനെയാണോ ഹൈക്കോടതി നിശ്ചയിച്ചുള്ളത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, അവരുടെ മേലധികാരികൾ സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് കോൺഗ്രസിനേക്കാളും BJPയേക്കാളും ആവശ്യം ഇടതുപക്ഷത്തിനാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ച് അയ്യപ്പ സംഗമം കലക്കാനൊരു ഇടപെടൽ നടത്തി നോക്കിയതാണ്. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ശാന്തിക്കാരനായി ക്ഷേത്രത്തിൽ ചെന്നിട്ട് കവർച്ചക്കാരനായി ജയിലിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായിട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഇപ്പോൾ കുറേശ്ശെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇവരെല്ലാവരും അഴികൾ എണ്ണാൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തുറന്ന് ഞാൻ പറയുകയാണ്, അതിൽ 2019 മുതൽ മതി ശ്രീകുമാർ സാറിന് അന്വേഷണം. 2019 മുതലല്ല സാറേ അവിടെ സ്വർണം പോയത്. വിജയ് മല്യ ഉണ്ടാക്കി വെച്ച സ്വർണം, വിജയ് മല്യ തന്നെ നല്ലൊരു കക്ഷിയാണ്, അത് പോട്ടെ, നമുക്ക് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. ഉണ്ടാക്കി വെച്ച സ്വർണം 2019 വരെ അവിടെ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് ശ്രീകുമാർ സാറിൻ്റെ നിഷ്കളങ്ക ബുദ്ധിയിൽ കരുതുന്നുണ്ടോ? 1999 മല്യ കൊണ്ടുവച്ച സ്വർണം 2019 വരെ അവിടെ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടതില്ല. ഇത്രയൊക്കെ ഇവിടെ പാത്രം മോഷ്ടിച്ചു 1,87,00,000 രൂപ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ സ്വർണം മോഷ്ടിക്കാൻ വയ്യ അവിടുന്ന്. അപ്പോൾ അത്തരം കവർച്ചകളുണ്ടാവും. അതുകൊണ്ട് സാറേ 2019 അന്വേഷിക്കാവൂ എന്ന് വാശി പിടിക്കല്ലേ. നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോകാം. ഈ SIT കുറച്ചുകൂടെ പുറകോട്ട് പോകേണ്ടി വരും. കാരണം ഓരോരുത്തരെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ ചരടുകൾ പിറകിലേക്ക് പോകും. അങ്ങനെ ഒരു 10-20-25 കൊല്ലക്കാലത്ത് ശബരിമലയിലെ ഒരു ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്കിത് ശരിയാക്കാൻ പറ്റൂ. ഇനി ഒരു കാര്യം ഉറപ്പ് തരാം, ശ്രീകുമാർ സാറ് സത്യസന്ധമായിട്ടാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നതെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്താനൊരു കാര്യം ഈ ഇടനിലക്കാരുൾപ്പെടെ എല്ലാ ജന്തുക്കളെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഒരു ഏജൻസിയായിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. ഞാൻ പല ചർച്ചകളും സൂചിപ്പിക്കുന്നൊരു കാര്യമാണത്. NIC സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ക്ലൗഡ്സിനകത്ത് അത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ വസ്തുവകകളും സ്ഥാവര ജംഗമ വസ്തുക്കളും ഒരു പരിധിയിൽ വരും. ഒരു തരത്തിലും അത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല, കൊള്ളയടിക്കാൻ പറ്റത്തില്ല. അവിടെ വരുന്നത് മുഴുവൻ അതിൻ്റെ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ട്രാൻസ്പെറൻസിയോടുകൂടി ചെയ്യാൻ പരിശ്രമിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മനസ്സിലായത് നാളെ എൻ്റെ കളി നടക്കത്തില്ല. അതും കൂടി കരുതി വെച്ച് അങ്ങനെ ഇരുന്നൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കൈ കിട്ടിയത്, BJPയുടെ കൈ കിട്ടിയത്. അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ട് കൊടുത്തു. ദ്വാരപാലക പീഠം ഞാൻ കൊടുത്തത് കാണുന്നില്ല. അപ്പോൾ ആരെയാണ് ഇതിനകത്ത് ഉത്തരവാദി? ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗവൺമെൻറ്. അങ്ങനെ കൊണ്ടുവരാൻ പരിശ്രമിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിണറായി വിജയൻ്റെ വിജിലൻസ് പോയി അത് പൊക്കിയെടുത്തത്, ആ പീഠങ്ങൾ പൊക്കിയെടുത്തത്. അയാൾ എന്തൊരു വഞ്ചകനാണ്. മറ്റേ ആരെയല്ല, സ്വന്തം സഹോദരിയെ
കാര്യം ഇന്നതാന്ന് പറയാതെ അവരെ വഞ്ചിക്കാൻ അയാൾ പരിശ്രമിച്ചു എന്നുള്ള. അയാൾക്ക് പണത്തോട് മാത്രമാണ് ആർത്തി. അയാൾക്ക് ദൈവത്തോടും താല്പര്യമില്ല, കുടുംബത്തോടും താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. ഹീസ് എ ബോൺ ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തനെയാണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുക. ഇത് കോടതി പറഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ എടുക്കുകയോ, സർക്കാർ കോടതിയുടെ ഒപ്പമാണ്. ഒരു പക്ഷേ കോടതിയേക്കാൾ കുറച്ചുകൂടി വാശിയോടുകൂടി നിൽക്കുകയാണ് ഇത് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യത്തിൽ. അതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ CPM-ന്റെ ആരെങ്കിലും പങ്കെടുത്തോ? അവരാരെങ്കിലും 10 പൈസയുടെ സ്വർണ്ണം ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് ഒരു തരത്തിലും ഞങ്ങൾ കരുതുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. ആ ശീലമല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടി അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ അവധാനത കുറവുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരും അഴിയണ്ണട്ടെ സാറേ. അതിന് ആർക്കാ തർക്കം? ഉറച്ചു നിൽക്കുകയാണ് CPM. CPM-ന്റെ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ആ തൻ്റെ ഇടം പറയാൻ, ആ രീതിയിൽ പറയാൻ എന്തുകൊണ്ടാണ് സാറിന് 2019 പിറകിലേക്ക് പോകാൻ പറ്റാത്തത്? 2000 മുതൽ എങ്കിലും തുടങ്ങാത്ത എന്താ? അത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ? രാമൻ നായർ പ്രസിഡന്റ് ആയിരുന്നില്ലേ? ആരൊക്കെ UDF-ന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നു? ആരൊക്കെ അന്ന് UDF-ന്റെ മന്ത്രിമാരായിട്ടിരുന്നു? നിങ്ങളന്ന് നിയമനം നടത്തിയത് ട്രാൻസ്പെറൻസിയോടുകൂടിയാണോ? ശരി, ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ നിയമനത്തിന് കാശ് മേടിക്കാൻ പറ്റാതായത്? ശാന്തി നിയമനത്തിൽ കാശ് മേടിക്കാൻ പറ്റാതായത് CPM വന്നതിന് ശേഷമല്ലേ? CPM വന്നതിന് ശേഷമല്ലേ അവിടെ ഇത്രയും വികസനം ഉണ്ടായത്? ഈ പണമെല്ലാം വന്നിട്ടും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എന്തുമായിരുന്നു? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ശബരിമലയ്ക്ക്? 2050 വരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്ലാനിങ്ങാണ് ശബരിമലയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ചെറിയ കാര്യമല്ല. അത് ഭക്തജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ അവർ തിരിച്ചറിയും. ശരി, ശ്രീകുമാർ ശബരിമല തന്നെ ഞങ്ങളുടെ നേട്ടമായിട്ട് പ്രിയദർശൻ തമ്പിയിലേക്ക് ഞാൻ ഒന്ന് പോയിട്ട് വരാം. ശ്രീകുമാർ സാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി നോക്കൂ, ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളനാണ്. അയാൾ എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. അയാളെ പറഞ്ഞ് അയാളെ പിണറായി വിജയനുമായോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ വലിയ ആളുകളുമായിട്ടോ ഒക്കെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കാൻ മാത്രമുള്ള താല്പര്യത്തിനോ അപ്പുറം നമുക്ക് ഈ കേസിൻ്റെ നാൾവഴികളിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കള്ളൻ്റെ ക്രിമിനൽ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള പല സ്വർണ്ണ തട്ടിപ്പിൻ്റെ സ്ട്രാറ്റജി അതാണ് ഇവിടെ വർക്കൗട്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് പറ്റിയ ഇടമായി അയാൾ ശബരിമലയെ കണ്ടു, അയാളുടെ ശാന്തിപ്പണിക്കാലത്ത് എങ്കിലും എന്നല്ലേ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം ഈ സമ്പത്തിൻ്റെ ഇടനാഴികളിലെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഇത്തിൽക്കണ്ണികൾ ഉണ്ടാകും. അവർ ചിലപ്പോൾ എന്താ പറയുക, നല്ല രൂപത്തിലും അല്ലാത്ത രൂപത്തിലും ആട്ടിൻ തോലിട്ടും ഒക്കെ വരാം. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് വാഴൂർ പടിപ്പുഴയിൽ പോയി പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? കാരണം അദ്ദേഹം തന്നെ ഒരു പരാതി കൊടുക്കുകയാണ് ഇത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് തന്നെ പ്രൈമാ ഫെസി എവിഡൻ്റ് അല്ലേ? അദ്ദേഹം പരാതി കൊടുത്ത് എന്തിനു വേണ്ടിയായിരിക്കണം? അതിൻ്റെ ചേതോവികാരം എന്താണ്? ഇൻറ്റൻഷൻ എന്താണ്? അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡുമായിട്ടോ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായിട്ടോ അദ്ദേഹത്തിന് യാതൊരുവിധ അലീഗൻസും ഇല്ല, അല്ലെങ്കിൽ യാതൊരുവിധ യോജിപ്പുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് അദ്ദേഹം തന്നെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തു. അത് വളരെ എവിഡൻ്റാണ്. അപ്പോൾ ആ പരാതി കൊടുത്ത് പോലീസ് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. അപ്പോൾ ആ വ്യാജ പരാതി എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിൽ ഒരു വ്യാജ പരാതി കൊടുക്കാൻ തയ്യാറായത്? ആരുടെ പ്രേരണ പ്രകാരമാണ് അദ്ദേഹം ആ വ്യാജ പരാതി കൊടുക്കാൻ തയ്യാറായത്? ആരെ കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വ്യാജ പരാതി കൊടുക്കാൻ തയ്യാറായത്? ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൻ്റെ നാൾ വഴികളെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഴയ പോലെ അല്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, ഇച്ഛാശക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഇന്ന് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് പ്ലേ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ എളുപ്പമുള്ള കാര്യമാണ്. കാരണം സാങ്കേതികവിദ്യ വളർന്നിരിക്കുന്നു. ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്താൽ അയാളുടെ ഫോണ്, ചാറ്റ് ഹിസ്റ്ററി, ഗൂഗിള്, അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് ഫോണായാലും ശരി ഐഫോൺ ആയാലും ശരി പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ പോയ വഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായും ഇവരാരൊക്കെയായിട്ടാണ് കൂടിച്ചേർന്നിരിക്കുന്നത്, ആരുടെയെല്ലാം സഹായങ്ങൾ അവർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും വേണ്ട, ഈ പോലീസ്, ഈ SI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ഈ പറയുന്ന 3 ആഴ്ച സമയം വേണ്ടി വരില്ല, 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം
വളരെ വ്യക്തമായി നമ്മുടെ കേരള സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയും. അതിന് മുഴുവൻ സപ്പോർട്ടും ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അത് തന്നെയായിരിക്കും ചിലർക്ക് പേടിയും. ഗവൺമെന്റ് ഇനി അതെങ്ങാനും പൂർത്തീകരിച്ചാൽ ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് ഗുണമാകുമെന്നുള്ളത് ചിലപ്പോൾ അതായിരിക്കാം പേടി പലരുടെയും. എൻ ശ്രീകുമാർ സാർ, ഇത് നോക്കൂ, ഈ പറഞ്ഞ കാര്യം ആണോ എല്ലാവരുടെയും പേടി? ഇനിയിപ്പോൾ എങ്ങാനും സർക്കാർ ഈ കാര്യങ്ങളിൽ ഒരു വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ, പോലീസ് ശ്രീലാളിതരായി എല്ലാം കണ്ടെത്തി വരികയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകില്ലേ? നോക്കൂ, നിങ്ങളുടെ സർക്കാരിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഡോക്ടർ ഗോപനും അതുപോലെ ശ്രീ ജി സുധാകരനും ഒക്കെയുള്ള നിഷ്കളങ്കത മറ്റുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ഗോപൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറയുന്നത് 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 1999 മുതൽ. അപ്പോൾ 99 മുതൽ വന്നപ്പോൾ 98 വിജയമല്യ പൂശിയ സ്വർണ്ണം പൂശിയ പാളി കാണാനില്ലെന്നാണ് പറയുന്നത്. ആ ഒറിജിനൽ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തിരിച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ട തീരുമാനമെടുത്തത് CPM ഭരണകാലത്തുള്ള ബോർഡുകളാണ്, ദേവസ്വം ബോർഡുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും അന്വേഷിക്കട്ടെ. അതിൽ CPM പ്രവർത്തകരോ ആരോ കോൺഗ്രസോ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഇതൊക്കെ സംഭവിച്ചത് ഈ CPM ഗവൺമെൻറ് ഭരിക്കുമ്പോഴും CPM ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴും ആണ്. അക്കാര്യത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞത്. അതിൽ ആന്റണി ഭരണവും അതൊരു ഉമ്മൻചാണ്ടി ഭരണകാലത്തും ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഉയർന്നു വന്നിട്ടില്ല. CPM ഭരിക്കുന്ന കാലത്താണ് ഉയർന്നു വന്നത്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഡോക്ടർ പി.കെ. ഗോപൻ, CPM ഭരിക്കുന്ന കാലത്താണ് ഇതൊക്കെ ഉയർന്നു വരുന്നത്. അതെന്താണ് മാജിക്? അതെ സാർ, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന CPM ഭരിക്കുന്ന കാലത്താ, മോഷണം കണ്ടുപിടിക്കുന്ന CPM ഭരിക്കുന്ന കാലത്താ, കാര്യങ്ങൾ നടക്കുന്ന CPM ഭരിക്കുന്ന കാലത്ത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. മറ്റേ ഭരണകാലത്ത് ഇത്തരം ഒരു കാര്യം വന്നാൽ അവർ അന്വേഷിക്കില്ല, കണ്ടുപിടിക്കില്ല, അവരതിന് മറച്ചു വെക്കും. അങ്ങനെയല്ലേ സംഭവിച്ചത്? ശ്രീ AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ശബരിമലയിൽ സംഭവിച്ചത് അതാ. ഇപ്പം നമ്മളെന്താ ശ്രമിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി പറയാൻ കാരണം തന്നെ എന്താ? ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് അത് ശബരിമലയെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രയാസം ഉണ്ടാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാ. 25 കൊല്ലമായിട്ട് ശബരിമലയെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഞെട്ടിപ്പോയി. അതുകൊണ്ട് അതാണ് സംഭവം. അപ്പോൾ പിന്നെ കേസുകൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ ശിക്ഷിക്കപ്പെടും. അത്രയേ ഉള്ളൂ പ്രശ്നം. അത് തന്നെ പറഞ്ഞ് ഡോക്ടർ ലാൽ. ശരി, P.K. സജീവൻ, ഒരു മിനിറ്റ് താങ്കൾക്കുമുണ്ട്. ഈ കാര്യത്തിൽ താങ്കൾ ഈ കാര്യം ഇനി ആവശ്യപ്പെട്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാതെ കൃത്യമായി ഇപ്പോൾ പോകുന്ന പോക്കിൽ പോകണം എന്ന അഭിപ്രായം താങ്കൾക്ക് ഉണ്ടോ? അല്ല, ഈ കേസിലെ പ്രതികളെല്ലാം പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. മുഖ്യമന്ത്രി ഏതെല്ലാം കാര്യങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം നടപടി ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ലാൽ, വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഗോൾഡ് അടിച്ചുകൊണ്ട് പോയതിനെ കുറിച്ചാണ് വലിയ ചർച്ച. ശരി തന്നെ, അതിനെതിരെ അടിച്ചുകൊണ്ട് പോയവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ ജയിലിലുള്ളിലാക്കണം, അതിന് ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാം. ഇതൊന്നും തർക്കമില്ല. പക്ഷെ മലയാളികൾ സമുദായം ഇവിടെ ചോദിക്കുന്നുണ്ട്, തങ്ങൾ നിർമ്മിച്ച ക്ഷേത്രം ആരാ അടിച്ചോണ്ട് പോയതെന്ന്. അത് ചോദിക്കുന്നുണ്ട്. അവർ നിർമ്മിച്ച ശബരിമല ക്ഷേത്രം ആരാ അടിച്ചോണ്ട് പോയത്? അവരെ അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ തടഞ്ഞതാരാണ്? അതുപോലെ തന്നെ പൊന്നമ്പല വീട്ടിലെ മകരവിളക്ക് തെളിക്കാനുള്ള അവകാശം അടിച്ചോണ്ട് പോയതാരാണ്? കരിമലയിലെ ക്ഷേത്രം അടിച്ചോണ്ട് പോയതാരാണ്? പശ്ചിമ ദേവി ക്ഷേത്രം അടിച്ചോണ്ട് പോയതാണ്? നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം ഇതെല്ലാം പിണറായി വിജയന്റെ തലയിലേക്ക് പറയുമോ? എല്ലാരും കൂടി പിണറായി വിജയനാണ്, ദേവസ്വം ബോർഡാണ്. അങ്ങനെയാണെങ്കിൽ 1950 മുതൽ പിണറായി വിജയനാണോ കേരളം ഭരിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. അപ്പം ഇതൊക്കെ അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നതിന് വേറെ ഒരു SIT രൂപീകരിക്കണം. ശരി. എന്തായാലും അവസാനത്തെ വാക്ക് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, എല്ലാവരും വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു. ഇച്ഛാശക്തിയുള്ള സർക്കാരിന് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് താങ്കളുടെ നിരീക്ഷണത്തിൽ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ടീമും അവർ ഉടൻ തന്നെ ഇരുമ്പഴിക്കലിലാകും 5 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കാരണം കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച്, ആ നിർദ്ദേശത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കോടതി മുമ്പ് ഹാജരാക്കുകയും ഇപ്പോൾ 14 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്.
അത് തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചൊരു പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ആ ചോദ്യം ചെയ്തതിലൂടെ ഈ അന്വേഷണം സമഗ്രമായി മുമ്പോട്ട് പോകും. ഒരു സംശയവും വേണ്ട, ഈ പറയുന്ന സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പോലീസ് യാതൊരു സംശയവും വേണ്ട ഈ പ്രതികളെ നിയമത്തിന് മുമ്പിൽ, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% പ്രതീക്ഷയാണുള്ളത്. ശരി, എന്തായാലും ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ കാര്യം ചർച്ച ചെയ്യാനിരുന്ന ദിവസമാണ് ഇന്ന്. ആ ജംബോ സർക്കസ് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അന്ന് പകരം ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടിയതാണ്, പോലീസ് തൂക്കിയതാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രസ്ഥാനം, പാർട്ടിക്ക് എന്തായി മാറും അവരുടെ അവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ പി കെ ഗോപൻ, എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, പി കെ സജീവ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.